ചരിത്ര സ്മരണകൾ അന്തിയുറങ്ങുന്ന മലപ്പുറം ജില്ലയിലെ വേങ്ങര പഞ്ചായത്തിലെ വികസന വീഥിയിലൂടെ ഒരു യാത്ര. കാലത്തിന്റെയും കാൽപന്തിന്റെയും സംസ്കാരത്തിന്റെയും പാദസ്പർശമേറ്റ സവിശേഷ ഗ്രാമം. വേങ്ങരയുടെ ചരിത്രത്തിന്റെ നാൾവഴികളിൽ മലചരക്ക് വ്യാപാരത്തിന്റെയും കൃഷിയുടെയും പ്രവാസ ജീവിതത്തിന്റെയും മുദ്രകൾ പതിഞ്ഞിട്ടുണ്ട്. കാർഷിക സമൃദ്ധിയിൽ വളർന്ന പ്രദേശമായ വേങ്ങരയിൽ ചുക്ക്, അടയ്ക്ക, തേങ്ങ, കപ്പ, കശുവണ്ടി, കുരുമുളക് തുടങ്ങി നിരവധി കാർഷികോൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം കൂടിയാണ്. കാളവണ്ടിയെയും തോണിയെയും ആശ്രയിച്ച് നടത്തിയിരുന്ന കച്ചവടത്തിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾ ഇന്നും പഴമക്കാരുടെ സ്മൃതിമതത്തിലുണ്ട്. കടത്തു തോണി ആശ്രയിച്ചിരുന്ന കാലത്ത് വേങ്ങരയിലെ തോണിക്കടവുകൾ അന്നത്തെ വികസനത്തിന്റെ അടയാള കേന്ദ്രങ്ങളായിരുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ഉജ്ജ്വല പോരാട്ടത്തിന്റെ ഏടുകളുണ്ട് വേങ്ങരയുടെ മണ്ണിന്. നിണമണിഞ്ഞ നിരവധി സമര പോരാട്ടങ്ങൾക്ക് വേങ്ങര സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലും വേങ്ങര പഴമയുടെ കാലം മുതൽ മുമ്പിൽ തന്നെയായിരുന്നു. മർമ്മവൈദ്യവും വേങ്ങര ക്ലിനിക്കും പണ്ടുമുതലേ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. 1968 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വാടക കെട്ടിടത്തിൽ ആരംഭിക്കുകയും 1974 സ്വന്തം കെട്ടിടത്തിലേക്കും 1988 36 കിടക്കകളുള്ള CHC ആയി ഉയരുകയും ചെയ്തിരുന്നു. പിന്നീട് പ്രവർത്തനം അല്പം ശുഷ്കിച്ചെങ്കിലും 2007 പൂർവാധികം ശക്തിയോടെ പ്രവർത്തനം തുടർന്നു. വേങ്ങരയുടെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത് സ്വദേശികളുടെ പ്രവാസ ജീവിത കാലം മുതൽക്കാണ്. അറബ് നാടുകളിലേക്ക് ആളുകൾ ചേക്കേറാൻ തുടങ്ങിയതോടെ വേങ്ങരയുടെ വരുമാനത്തിന്റെ 90% പ്രവാസികളുടെ സംഭാവനയായി. ഒരു കാലത്ത് ലോകത്തെ സുവർണ വിപണിയെ സ്വാധീനിച്ചത് വേങ്ങര എന്ന ഗ്രാമപഞ്ചായത്താണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. വേങ്ങരയുടെ സാമ്പത്തിക പുരോഗതിയുടെ മറ്റൊരു വഴിത്തിരിവായിരുന്നു പഴയകാല ആഴ്ചച്ചന്തകൾ. ജാലവിദ്യക്കാരും നാടോടികളും സർക്കസുകാരുമെല്ലാം ഉത്സവമാക്കി മാറ്റിയ ആഴ്ചച്ചന്തകൾ വേങ്ങര വികസനത്തിന്റെ പുതുവഴികൾ തേടിയപ്പോൾ അന്യമാവുകയും ദിവസ മാർക്കറ്റുകൾ സജീവമാവുകയും ചെയ്തു. വേങ്ങരയിൽ വിദ്യാഭ്യാസ രംഗത്തിന് തുടക്കം കുറിച്ചത് ജില്ലാ ബോർഡിന്റെ കീഴിലായിരുന്നു. ബോർഡ് LP സ്കൂൾ എന്നായിരുന്നു സ്ഥാപനത്തിന്റെ പേര്. ചെത്തുവഴി എന്ന് പേരുണ്ടായിരുന്ന വേങ്ങര 1926 പനമ്പുഴ കടവ് പാലം പണിതതിന്റെ ഭാഗമായാണ് ഗതാഗത മേഖലയിൽ കുതിപ്പുണ്ടായത്. 1965 ശേഷം ടാറിട്ട റോഡ് യാഥാർത്ഥ്യമായതോടെ ബസ് സർവീസുകളും ആരംഭിച്ചു. പിന്നീട് വേങ്ങര ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഇന്ന് വേങ്ങരയുടെ അഭിമാനമായ മാർക്കറ്റിന് 3 ഘട്ടങ്ങളുണ്ട്. ഓലഷെഡിൽ തുടങ്ങിയ മാർക്കറ്റ് 1976 പുതുക്കി പണിതു. അസൗകര്യങ്ങളുടെ പരിമിതിയിലായിരുന്ന മാർക്കറ്റ് വീണ്ടും പുതുക്കി പണിയാൻ 20/10/2001 പ്രവർത്തനം ആരംഭിക്കുകയും 13/10/2003 മാർക്കറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ഗൾഫിന്റെ സ്വാധീനം കാർഷിക മേഖലയെ ക്ഷീണിപ്പിച്ചെങ്കിലും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ വേങ്ങരയിൽ ഒരു കുതിച്ചുകയറ്റം തന്നെയുണ്ടായി. കഴിഞ്ഞ 5 വർഷത്തിൽ വേങ്ങര ഗ്രാമപഞ്ചായത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയുണ്ടായി. ഏകദേശം 42.27 കോടി രൂപ ചിലവഴിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടെ ഭൂമി കണ്ടെത്തിയ ഗുണഭോക്താക്കൾക്കെല്ലാം ഭവന നിർമ്മാണത്തിന് ധനസഹായം നൽകി. മാർക്കറ്റ് കെട്ടിടം പുനർനിർമ്മിക്കുന്നതിന് 1 കോടി രൂപയും മാർക്കറ്റിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 50 ലക്ഷം രൂപയും നീക്കിവെച്ചു. നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചു വരുന്നു. പഞ്ചായത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേങ്ങര ബസ് സ്റ്റാൻഡിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു. പരിരക്ഷാ പദ്ധതിയിലൂടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കൂടെ സ്ഥാപിച്ചു. അതിദരിദ്രർക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. വയോജനക്ഷേമത്തിനായി വാർഷിക പദ്ധതി വഴിയും അല്ലാതെയും ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. 2 തവണ മികച്ച വയോജന ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കരസ്ഥമാക്കി. ഭിന്നശേഷിക്കാരായവർക്ക് സ്കോളർഷിപ്പും ബത്തയും വിതരണം ചെയ്തു. കാഴ്ച പരിമിതരായവർക്കും മറ്റു ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി 4.43 കോടി രൂപ ചിലവഴിച്ചു.
നെൽകൃഷി, തെങ്ങുകൃഷി വികസനം, പച്ചക്കറി കൃഷി തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകി ചെറുകിട കർഷകർക്ക് സബ്സിഡി നൽകി. പുതിയ ഹോമിയോ ആശുപത്രി സ്ഥാപിച്ചു. ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് മരുന്ന് വാങ്ങുന്നതിനും രോഗനിർണയ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനും ഫണ്ട് വിനിയോഗിച്ചു. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് ഹരിത കർമ്മസേന രൂപീകരിച്ചു. ഹരിത കർമ്മസേനയ്ക്ക് വാഹനം വാങ്ങി നൽകി. ജൈവ മാലിന്യ സംസ്കരണത്തിനായി ബയോ ബിന്നുകൾ വിതരണം ചെയ്തു. തട്ടാഞ്ചേരിയിലെ കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ അതോറിറ്റിക്ക് 10 ലക്ഷം രൂപ കൈമാറി. ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായൊരു കളിസ്ഥലം നിർമ്മിക്കുന്നതിനായി 50 ലക്ഷം വകയിരുത്തി ഭൂമി വാങ്ങുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനായി എല്ലാ വാർഡുകളിലും സ്ട്രീറ്റ് മെയിൻ വലിക്കുന്നതിന് 1.5 കോടി രൂപ KSEBയിൽ ഡിപ്പോസിറ്റ് ചെയ്തു. പുതിയ തെരുവുകൾ സ്ഥാപിക്കുന്നതിന് ഈ ഭരണസമിതിയുടെ കാലയളവിൽ 60 ലക്ഷം രൂപ നീക്കിവെച്ചു. തകരാറിലായ തെരുവ് വിളക്കുകൾ റിപ്പയർ ചെയ്യുന്നതിന് കരാർ നൽകി. വാർഡുകളിൽ പുതിയ മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു. MLA MP ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ്, ഹൈ മാസ് ലൈറ്റുകൾ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തി റിപ്പയർ ചെയ്തു. പൊതുസ്ഥലങ്ങളിലെ അപകടകരമായ ഇലക്ട്രിക് ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കുന്നതിന് എല്ലാ വർഷവും തുക ചിലവഴിച്ചു. പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി ഭവന പദ്ധതിക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചറുകൾ, ലാപ്ടോപ്പുകൾ, സ്കോളർഷിപ്പുകൾ തുടങ്ങിയവ നൽകി. പട്ടികജാതിക്കാരുടെ വിവാഹങ്ങൾക്ക് ധനസഹായം നൽകി. ഹോമിയോ ആശുപത്രി പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിലെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി. സ്വന്തമായി കെട്ടിടമില്ലാത്ത 5 അങ്കണവാടികൾക്ക് ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഭൂമി കണ്ടെത്തി. കുറവിൽ കൊണ്ട് അങ്കണവാടിയെ സ്മാർട്ട് അങ്കണവാടിയാക്കി ഉയർത്തി. യുവജന ക്ലബ്ബുകൾക്കും സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളുടെ ഉന്നമനത്തിനായി സർവശിക്ഷ കേരളക്കായി 1 കോടി രൂപയോളം നൽകി. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് 48 ലക്ഷം രൂപ ചെലവഴിച്ചു. മോഡുലാർ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചു. അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനായി പൊതുസ്ഥലങ്ങളിൽ ബിന്നുകൾ സ്ഥാപിച്ചു. ഞാൻ വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ. വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഈ 5 വർഷ കാലയളവിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ മേഖലയിൽ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. 1.5 കോടി രൂപയിലധികം ഓരോ വർഷവും നമ്മൾ ഈ കാർഷിക മേഖലയ്ക്ക് മാറ്റിവെക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർക്ക് സ്കോളർഷിപ്പുകൾ, കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് ലാപ്ടോപ്പുകൾ, ഭിന്നശേഷി കുട്ടികൾക്ക് ലാപ്ടോപ്പുകൾ, അതുപോലെ തന്നെ വിവിധ ഒട്ടേറെ പദ്ധതികൾ നമുക്ക് അവർക്ക് വേണ്ടി ആസൂത്രണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ ക്യാൻസർ കിഡ്നി രോഗികൾക്ക് അവർ കഴിക്കുന്ന മരുന്ന് അനുസരിച്ച് ഫണ്ട് നമ്മൾ 5 ലക്ഷം രൂപ വീതം ഇപ്പോൾ 3 വർഷക്കാലം നമ്മൾ മാറ്റിവെച്ചു. അതുപോലെ തന്നെ ആയുർവേദം, അലോപ്പതി, ഹോമിയോ അടക്കമുള്ള ആരോഗ്യ മേഖലയിലേക്ക് ഓരോ വർഷവും നമ്മൾ ആവശ്യപ്പെടുന്ന ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ ആവശ്യപ്പെടുന്ന തുക മാറ്റിവെക്കാറുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മൾ ഓരോ വർഷവും SSAക്ക് 20 ലക്ഷം രൂപ മാറ്റിവെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷം നമ്മൾ സ്കൂളുകൾക്ക് ഉപകരണങ്ങൾ, അതുപോലെ തന്നെ അവർക്കുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ, പിന്നെ അവർക്കുള്ള സ്പോർട്സ് കിറ്റുകൾ, പിന്നെ സ്കൂളുകൾക്കുള്ള അറ്റകുറ്റപ്പണികൾ, പുതിയ ബിൽഡിംഗ് നമ്മൾ നിർമ്മിച്ചു കൊടുത്തു. തട്ടാഞ്ചേരിമല LP സ്കൂൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. അങ്ങനെ കുറേ, അതുപോലെ തന്നെ SC കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ, അവർക്കുള്ള ലാപ്ടോപ്പുകൾ, സ്കോളർഷിപ്പുകളൊക്കെ നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു. പിന്നെ നമ്മുടെ വേങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ മാർക്കറ്റിന് 1 കോടി രൂപ നമ്മൾ മാർക്കറ്റിന് മാറ്റി വെച്ച് കഴിഞ്ഞു. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് 55 ലക്ഷം രൂപ മാറ്റി വെച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേങ്ങരയിൽ മാലിന്യ സംസ്കരണമായിട്ട് വലിയൊരു മുന്നേറ്റം നേടാൻ നമുക്ക് സാധിച്ചു. 30 വനിതകൾ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി മാലിന്യം ശേഖരിച്ച് അത് MCFൽ എത്തിച്ച് അത് വേർതിരിച്ച് കയറ്റി അയക്കുന്ന ഒരു സംവിധാനം നമ്മൾ ആവിഷ്കരിച്ചു. മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വാർഡുകൾക്കും പൈപ്പ് കമ്പോസ്റ്റ്, ബയോ ബിന്നുകൾ, റിംഗ് കമ്പോസ്റ്റുകളൊക്കെ നമ്മൾ വിതരണം കഴിഞ്ഞു. എല്ലാ 39 അംഗൻവാടികളിലും ബയോ ബിന്നുകൾ നമ്മൾ നൽകി കഴിഞ്ഞു. എല്ലാ അംഗൻവാടിയും, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ പഞ്ചായത്ത് ഇപ്പോൾ വന്നതിന് ശേഷം 8 അംഗൻവാടിക്ക് 6 അംഗൻവാടി നിർമ്മാണം കഴിഞ്ഞു. 2 അംഗൻവാടിൻ്റെ പ്രവൃത്തി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എല്ലാ വാർഡുകളിലും, ഏകദേശം എല്ലാ വാർഡുകളിലും റോഡിൻ്റെ വർക്ക്
നമ്മൾ ഈ വർഷം 47,25,00,000 രൂപ നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു. പഞ്ചായത്തിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് 42 കോടി നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു. ഇതുപോലുള്ള ഇനിയും കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് 1 കോടി രൂപ നമ്മൾ മാറ്റി വെച്ചിട്ട് അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത ഭരണസമിതി അത് പൂർത്തീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ 1,48,00,000 രൂപ നമ്മൾ 23 വാർഡുകൾക്കും സ്ട്രീറ്റ് മെയിൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകി കഴിഞ്ഞു KSEB. അത് ഏകദേശം പണി പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ എല്ലാ വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് 60 ലക്ഷം രൂപ നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ മിനി മാസ്റ്റുകൾ, പിന്നെ ഹൈമാസ്റ്റ് റിപ്പയറുകൾ, സ്ട്രീറ്റ് ലൈറ്റ് റിപ്പയറുകൾ, അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും പോസ്റ്റ് മാറ്റിവെക്കൽ അടക്കമുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു. ഈ പ്രവൃത്തികളൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഭരണസമിതിയുടെ 100% സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഭരണസമിതിയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നമ്മുടെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി എല്ലാവരുടെ സപ്പോർട്ടോട് ഒന്ന് മാത്രമാണ് നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചത്. ഞാൻ വേങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുഞ്ഞുമുഹമ്മദ്. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് പഞ്ചായത്തിനൊരു കളിസ്ഥലം വാങ്ങാൻ വേണ്ടി എൻ്റെ വാർഡിൽ ഒരു സ്ഥലം കണ്ടെത്തി അതിന് 50 ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ പശ്ചാത്തല മേഖലയിലും റോഡിനും മറ്റുമായി 1,35,00,000 രൂപയും ചിലവാക്കി. അതുകൂടാതെ മറ്റ് വികസന പ്രവർത്തനങ്ങളും ക്ഷേമകാര്യ പ്രവർത്തനങ്ങളും മറ്റുമായി 2,75,00,000 ചിലവാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തരാണ് ഞാൻ. ഈ കാര്യം എല്ലാവരെയും നിങ്ങളെയും അറിയിക്കുന്നു. ഞാൻ AK സലീം, വേങ്ങര ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 11ാം വാർഡ് പ്രതിനിധാനം ചെയ്യുന്ന മെമ്പറും കൂടിയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ വാർഡിൽ 15ഓളം മിനി ഹൈമാസ്റ്റ് ലൈറ്റുകളും അതുപോലെ തന്നെ വേങ്ങര മാർക്കറ്റ് റോഡ് മുതൽ തറേട്ടാൽ വരെയുള്ള ഭാഗങ്ങളിൽ ഇന്റർലോക്കും സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് വയോജന ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരം, സംസ്ഥാന സർക്കാർ പുരസ്കാരം 2 പ്രാവശ്യം നേടിക്കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ ഹസീന ബാനു, വേങ്ങര ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ. വേങ്ങര കാട്ടിക്കുളം വരിവട്ടിച്ചാൽ ഡ്രെയിനേജിൻ്റെ വർക്കുകളും അതുപോലെ തന്നെ ചാത്തൻകുളം സ്കൂളിൻ്റെ റോഡ്, തോട്, കനാല് വർക്കുകളും അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ്, സ്ട്രീറ്റ് മെയിൻ, ഹൈമാക്സ് ലൈറ്റുകൾ ഈ 5 വർഷക്കാലം കൊണ്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചു. ഞാൻ ആരിഫ മടപ്പള്ളി. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന 23ാം വാർഡിൽ എൻ്റെ ഭരണസമിതിയുടെ കാലയളവിൽ എനിക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും നമുക്കൊരു പനമ്പുഴ കുളിക്കടവ് ആവശ്യമായിരുന്നു, അത് സാധിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ഇൻ്റർലോക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ 1987 നിർമ്മിച്ചൊരു അംഗൻവാടി, പഴയ അംഗൻവാടി, അത് പൊളിച്ച് പുതിയതായിട്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തികൾ തുടക്കം കുറിച്ചു. അതുപോലെ തന്നെ വിവിധ റോഡുകളുടെ റീവർക്കുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ കമർ ബാനു, വേങ്ങര ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് മെമ്പർ. ഈ കഴിഞ്ഞ 5 വർഷത്തിൽ അംഗനവാടിക്ക് സ്വന്തമായി സ്ഥലം കണ്ടെത്തി ബിൽഡിംഗ് വർക്ക് പുരോഗമിക്കുന്നു. അതുപോലെ വാർഡിലെ 6ഓളം റോഡുകളുടെ വർക്കുകൾ പൂർത്തീകരിച്ചു. പ്രതിസന്ധിയിലായിരുന്ന കൊളപ്പുറം ബംഗ്ലാവുമാട് റോഡിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലായി സ്ട്രീറ്റ് മെയിനുകൾ സ്ഥാപിച്ചു, സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. ഞാൻ വേങ്ങര ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ KV ഉമ്മർക്കോയ. വാർഡിൽ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ റോഡുകൾ, തോടുകൾ, വാർഡിലെ എല്ലാ ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീടുകൾ നൽകി, ഭൂരഹിതർക്ക് ഭൂമി നൽകി നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ 5 വർഷക്കാലം കൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി നടത്താൻ സാധിച്ചിട്ടുണ്ട്. 2 അംഗനവാടികളും വാടക കെട്ടിടത്തിലായിരുന്നു നിലവിൽ പ്രവർത്തിച്ചിരുന്നത്. ഒരു വ്യക്തിയും ഒരു കുടുംബവും സൗജന്യമായി ഭൂമി നൽകി അതിന് ഒരു പ്രശ്നപരിഹാരത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുപോലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ആരുടെയും ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശമാണെന്ന് ബോധ്യപ്പെടുത്തി ജനങ്ങൾക്ക് നൽകാനും ജനങ്ങളുടെ സഹകരണത്തോടു കൂടി 5 വർഷം വാർഡിൽ പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ തുമ്പയിൽ നുസ്രത്ത്, 4ാം വാർഡ് മെമ്പർ. എനിക്ക് എൻ്റെ വാർഡിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ വാർഡിലെ സബ് സെൻറ്റർ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ റോഡുകൾ, തോടുകൾ, പിന്നെ സ്ട്രീറ്റ് മെയിൻ വർക്ക്, സ്ട്രീറ്റ് ലൈറ്റ് വർക്ക്, അംഗൻവാടി റിപ്പയർ, അതെല്ലാം എനിക്ക് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അബ്ദുൽ കരീം, വേങ്ങര പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ. എൻ്റെ വാർഡിൽ കുറേ പ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമാണ്. പ്രധാനമായി റോഡുകൾ, കയ്യോരികൾ, തോടിൻ്റെ ഭിത്തികൾ,
അങ്ങനെ പല പല പട്ടികജാതി കുടുംബത്തിന് കണ്ടമാന വീടുകൾ കൊടുത്തു. ഇത്തരം പ്രവർത്തികൾ ചെയ്തതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഞാൻ വേങ്ങര ഗ്രാമപഞ്ചായത്ത് കണ്ണാട്ടിപ്പടി 6-ാം വാർഡ് മെമ്പർ റുബീന അബ്ബാസ്. ഈ കഴിഞ്ഞ 5 വർഷം എൻ്റെ വാർഡിൽ വിവിധ റോഡ് വർക്കുകൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ അംഗൻവാടി റിപ്പയറിങ്, സ്ട്രീറ്റ് മെയിൻ വലിക്കുക, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുക എന്നൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ AK ജംഷീറ, വേങ്ങര ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് മെമ്പർ. ഞാൻ എൻ്റെ വാർഡിൽ ചെയ്ത വികസനങ്ങൾ റോഡ് നവീകരണങ്ങൾ, ഹാൻഡ് റെയിൽ, സ്ട്രീറ്റ് മെയിൻ, സ്ട്രീറ്റ് ലൈറ്റ്, പിന്നെ അതിലെടുത്ത് പറയാനുള്ളതാണ് ഈ വെണ്ണ കൊട്ടാലുങ്കൽ അംഗനവാടി ചെയ്തത്. ഞാൻ റഫീഖ് മൊയ്തീൻ ചോലക്കൻ, വേങ്ങര ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ. വാർഡിലെ നെല്ലിപ്പറമ്പ് റോഡ് കോൺക്രീറ്റ്, വാർഡിലെ മറ്റ് വിവിധ റോഡുകൾ നവീകരണം, അതോടൊപ്പം നെല്ലിപ്പറമ്പ് അംഗനവാടി നവീകരണം, ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ നവീകരണം, വാർഡിലെ വിവിധ സ്ഥലങ്ങളിൽ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. അതോടൊപ്പം വാർഡിലെ ഒട്ടേറെ അനവധി വികസന കാര്യങ്ങൾ ഈ 5 വർഷക്കാലം കൊണ്ട് എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. ഞങ്ങളുടെ വാർഡിൽ ഏകദേശം 4.5 കോടിയോളം രൂപ വിവിധ മേഖലകളിലായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അംഗനവാടി അടക്കം 2 അംഗനവാടിക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടവും സാധിച്ചിട്ടുണ്ട്. അതുപോലെ വാർഡ് സമ്പൂർണ്ണമായി സ്ട്രീറ്റ് മെയിനും സ്ട്രീറ്റ് ലൈറ്റും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫോമർ എത്തിക്കാൻ അതും കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി വാർഡിലെ എല്ലാ ജനങ്ങളോടും നീതി പുലർത്താൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ണികൃഷ്ണൻ MP. ഞാൻ പ്രതിനിധാനം 13-ാം വാർഡിൽ ഒട്ടനവധി വികസന പ്രവർത്തികൾ ചെയ്യാൻ സാധിച്ചു. പ്രധാനമായും സ്ട്രീറ്റ് മെയിൻ വലിക്കൽ, റോഡ് റിട്ടയറിംഗ്, ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീട് നിർമ്മാണം, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള സ്കൂൾ കെട്ടിട നിർമ്മാണം, അങ്ങനെയുള്ള മറ്റുള്ള പ്രവർത്തനങ്ങൾ, ഒട്ടേറെ പ്രവർത്തികൾ ചെയ്യാൻ കഴിഞ്ഞാൽ സന്തോഷിക്കുന്നു. ഞാൻ ആസിയ മുഹമ്മദ്, 14-ാം വാർഡ് മെമ്പർ. ഞാൻ പ്രതിദിനം ചെയ്യുന്ന വാർഡിലെ വികസന പദ്ധതി 40 ലക്ഷം ചെലവാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. വലിയോറപ്പാട് നവീകരണം പൂർത്തിയാക്കി വിവിധ റോഡുകൾ കോൺക്രീറ്റ് ഇൻ്റർലോക്ക് ചെയ്ത് പൂർത്തിയാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ 15-ാം വാർഡ് മെമ്പർ AK നഫീസ. ഈ 5 വർഷ കാലയളവിൽ ഒട്ടനവധി വികസനം ചെയ്യാനാണ് കഴിഞ്ഞത്. ഇതിൽ പ്രധാനമായി സ്ട്രീറ്റ് ലൈൻ വലിക്കലും തോട്ടങ്ങളിലുള്ള ലൈനുകളൊക്കെ റോഡുകളിലൂടെ ആക്കി. ഇതിനു വേണ്ടി 25 ലക്ഷം പഞ്ചായത്ത് തുകയും ബാക്കി പൊതുജനങ്ങളുടെ സഹായവുമാണ് ഈ പ്രവൃത്തി വിജയിപ്പിച്ചത്. ഞാൻ വേങ്ങര പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ കുറുക്കൻ മുഹമ്മദ്. എൻ്റെ വാർഡിൽ മൊത്തമായി എല്ലാ പ്രവർത്തനങ്ങളും ഏതാണ്ട് ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിവർത്തിക്കാൻ സാധിച്ചു എന്നാണ് കരുതുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഈ IPP സെൻറ്റർ വെൽനസ് സെൻ്ററായി ഉയർത്തി 55 ലക്ഷം രൂപ വെച്ച് ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. മുറ്റമടക്കം ഇൻ്റർലോക്ക് ചെയ്ത്, അതുപോലെ ഇതിനോടനുബന്ധമായി 8.5 ലക്ഷം രൂപ വെച്ച് ഓപ്പൺ ജിമ്മും പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം അത് പൂർത്തിയാവും. വാർഡിലെ എല്ലാ റോഡുകളും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ കൈവരികൾ സ്ഥാപിച്ചും അംഗനവാടിയുടെ അറ്റകുറ്റപ്പണി ചെയ്തും മറ്റ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ എല്ലാവർക്കും എത്തിച്ചും പരിപൂർണമായ രീതിയിൽ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. വാർഡിലെ ജനങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സഹകരണത്തോടു കൂടി വളരെ സംതൃപ്തിയോടു കൂടിയാണ് ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. വേങ്ങര പഞ്ചായത്തിൽ പൊതുവെ തന്നെ പരാതികളുള്ള റോഡുകളൊന്നും തന്നെ ഇല്ല. എല്ലാ റോഡുകളും അതുപോലെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. വേങ്ങര പഞ്ചായത്ത് 15-ാം വാർഡിൽ ഒട്ടനേകം വികസന പദ്ധതികൾ, ഏകദേശം 5 കോടി രൂപയുടെ വികസന പദ്ധതികൾ ത്രിതല പഞ്ചായത്തിൻ്റെയും MLAയുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് തീർക്കയം ബാക്കിക്കയം തീരദേശ റോഡിൻ്റെ 1-ാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒട്ടനേകം കുടുംബങ്ങൾക്ക് റോഡും വഴിയുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അവർക്ക് സഞ്ചാര സംവിധാനം ഒരുക്കുന്നതിൽ വളരെയേറെ പങ്കുവഹിക്കാനായി എന്നുള്ളത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ഏറെ അഭിമാനം തോന്നുകയാണ്. ഇതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് MLAയെയും അതേപോലെ തന്നെ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയെയും
വേങ്ങര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കൂടാതെ കുടിവെള്ള പദ്ധതി അടക്കമുള്ള മറ്റു ജനക്ഷേമ പദ്ധതികളടക്കമുള്ള പദ്ധതികൾ ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നടപ്പിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ഈ 5 വർഷക്കാലത്തെ ഭരണ സംവിധാനം പൂർത്തിയാകുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ഞാൻ അബ്ദുൽ മജീദ് മടപ്പള്ളി, മെമ്പർ വേങ്ങര ഗ്രാമപഞ്ചായത്ത്. ഈ ഭരണസമിതിയുടെ കാലത്ത് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. അതിൽ പ്രധാനപ്പെട്ടതാണ് തട്ടാതിജമല GLP സ്കൂൾ. ഇതിന് പുതുതായി ക്ലാസ് റൂം ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ ഇതിലെ അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഒരു അംഗൻവാടിയും കൂടി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇതിൽ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ നുസ്രത്ത് അമ്പാടൻ. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ വാർഡിൽ ഈ ഭരണസമിതിയുടെ കാലത്തെ ഒട്ടേറെ വികസനങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വാർഡിലെ ഒട്ടുമിക്ക എല്ലാ റോഡുകൾക്കും മെയിൻ്റനൻസിന് ഫണ്ട്, റീടാറിങ്, റീകോൺക്രീറ്റ് എല്ലാം ചെയ്യാൻ സാധിച്ചു. വാർഡുകളിൽ സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ സാധിച്ചു. സ്ട്രീറ്റ് ലൈറ്റുകളും അതിൽ സ്ഥാപിച്ചു. പുതിയ 2 റോഡുകൾ കൊണ്ടുവരാൻ സാധിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഈ പത്തുമൂച്ചി വിളക്കീരിക്കുണ്ടി റോഡ്, അത് എത്രയോ വർഷങ്ങളായിട്ട് മഴക്കാലം കഴിഞ്ഞ് ഒരു 6 മാസത്തോളം വേസ്റ്റ് വെള്ളത്തിലൂടെ ജനങ്ങൾ നടന്നിരുന്നത്. ആ റോഡ് മൊത്തമായും പൊളിച്ചു മാറ്റി നടുവിലൂടെ ഡ്രൈനേജ് കൊണ്ടുപോയി മേലൊരു പാലം പോലെ കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചു. അതെനിക്ക് എൻ്റെ ഈ ഒരു ടൈമിൽ എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരു പദ്ധതിയാണ്. ഞാൻ തോട്ടശ്ശേരി മൊയ്തീൻ കോയ, 20-ാം വാർഡ് മെമ്പർ. ഈ 5 വർഷത്തെ കാലയളവിൽ വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, റോഡ്, കനാല്, അതുപോലെ ഇടവഴികൾ നവീകരിക്കാനും പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ വാർഡിൽ അപേക്ഷകൾ നൽകിയ ഭവന രഹിതർക്ക് വീടുകൾ നൽകാനും സാധിച്ച് മറ്റ് വികസന പ്രവർത്തനങ്ങളായ വാർഡിലെ സ്ട്രീറ്റ് മെയിൻ വലിച്ച് എല്ലാ ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനും സാധിച്ചു. ഈ 5 വർഷം ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. വരും കാലങ്ങളിലും വാർഡിലെ ജനങ്ങൾക്ക് ഈ വികസനങ്ങൾ മുൻനിർത്തി നമ്മളെ വാർഡിലെ വികസനം നടത്താൻ എൻ്റെ കൂടെ വാർഡിലെ ജനങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വേങ്ങര പഞ്ചായത്തിലെ 21-ാം വാർഡിലാണ് ഞാൻ മെമ്പറായി നിൽക്കുന്നത്. എൻ്റെ പേര് NT മൈമൂന. 5 വർഷം കൊണ്ട് 2021 മുതൽ ഈ 5 വർഷ കാലയളവിൽ ഒരുപാട് വികസനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഒരു റോഡാണ്, വലംവൈദ്യ റോഡ്. ഇത് കുന്നുപോലെ നിൽക്കുന്നൊരു സ്ഥലമായിരുന്നു. മലഞ്ചേരി കുന്നുപോലെ നിൽക്കുന്നതാൽ അത് വെട്ടി തെളിയിച്ച് നല്ലൊരു റോഡ് നമുക്ക് ഉണ്ടാക്കാനും ജനങ്ങൾക്ക് ഉപകാരമായൊരു റോഡ് നിർമ്മിക്കാനും നമുക്ക് സാധിച്ചു. അതുപോലെ നമ്മുടെ വാർഡിൽ ഒരുപാട് വേറെ റോഡുകളും നവീകരിക്കാനും കൈവരി സ്ഥാപിക്കാനും നമുക്ക് കഴിഞ്ഞു. ഞാൻ 22-ാം വാർഡ് മെമ്പർ, വേങ്ങര ഗ്രാമപഞ്ചായത്തിലെ 5 വർഷത്തോളമായി ഈ വികസന പ്രവർത്തനങ്ങളിൽ വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വേങ്ങര ചേറ്റിപ്പുറം കുതിരച്ചിറ റോഡിലെ കൈവരി അതിമനോഹരമായ രീതിയിൽ നിർമ്മിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ തോട് നവീകരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഭൂവസ്ത്രം വിരിച്ചു. അതുപോലെ മറ്റ് നിരവധിയായ റോഡുകൾ, വാർഡിലെ എല്ലാ റോഡുകളും കോൺക്രീറ്റ് ചെയ്തു, റീടാറിങ് ചെയ്തു. അതുപോലെ മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾ, വ്യക്തിഗത ആനുകൂല്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ ഈ 5 വർഷ കാലയളവിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട ആയിരുന്നു വേങ്ങര ഗ്രാമപഞ്ചായത്തിനെ വയോസൗഹൃദ പഞ്ചായത്താക്കുക എന്ന. ആ അജണ്ടയുടെ ഭാഗമായിട്ട് അവർ തന്നിട്ടുള്ള സഹകരണവും സപ്പോർട്ടുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച സംരംഭകനുള്ള അവാർഡിലേക്ക് നമ്മൾ എത്തിയതും. അതുപോലെ തന്നെ മികച്ച വയോജന പഞ്ചായത്ത് എന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ വേങ്ങരയെ തിരഞ്ഞെടുക്കാനുണ്ടായ പ്രധാന കാരണം. സംസ്ഥാന പദ്ധതികൾ ഒറ്റ നോട്ടത്തിൽ: അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഡിജി കേരളം, ലൈഫിൽ പുതു ജീവിതങ്ങൾ, സാമൂഹിക സുരക്ഷാ പെൻഷൻ, മറ്റ് പാശ്ചാത്തല സൗകര്യ വികസനം, K-സ്മാർട്ട്, തദ്ദേശ സ്ഥാപനത്തിന്റെ തനത് പ്രവർത്തനങ്ങൾ, മലപ്പുറത്തിന്റെ മാതൃക തീർത്ത വേങ്ങര.